കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുഭാഷാണെങ്കിൽ എല്ലായിടത്തും പോയിട്ട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ചേട്ടൻ്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഈ വീടിട്ട് പോകണം, നിങ്ങളുടെ താര പറഞ്ഞത് എനിക്ക് ഈ വീടിട്ട് പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ എന്നും നിങ്ങൾ എൻ്റെ കൂടെ കഴിയണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് ഈ വീട് വിട്ട് മാറിപ്പോകണമെങ്കിൽ പോകാം, അതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇവിടെ വിട്ട് പോകാൻ താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുക. നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഈ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ സുധീശ്വരാണ്, എന്താ ഏട്ടാ അങ്ങനെ പറയുന്നത്? ഇപ്പം മാറി താമസിക്കണമെങ്കിൽ ഏട്ടൻ്റെ നല്ല ജീവിതത്തിന് അതാണ് നല്ലതെങ്കിൽ അതൊരു കുഴപ്പമില്ല. ചേട്ടൻ മാറി താമസിക്കുന്നതല്ലേ നല്ലത്. ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ് ചേട്ടൻ നല്ലൊരു ജീവിതം കിട്ടുന്നതെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ തീരുമാനമാണ് പറയുന്നത്. ഈ വിവാഹം നടക്കത്തില്ല. ഇവിടെ നിന്ന് ഞാൻ മാറി താമസിച്ചുകൊണ്ട് ഒരു വിവാഹം അത് വേണ്ട, അത് നടക്കത്തുമില്ല എന്നും പറഞ്ഞ് സുഭാഷ് അങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷും സുധീഷും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ രൂപേഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിധി വന്ന് പറയാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം സുഭാഷ് ഏട്ടൻ്റെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് പോവാമെന്ന്. അന്നേരം സുധീഷാണ് സമ്മതിക്കാത്തത്. കല്യാണത്തിന് ശേഷം സുഭാഷ് ഏട്ടൻ ഈ കാര്യം അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞത് സുധീഷല്ലേ എന്ന് പറയാണ്. അപ്പം സുധീഷ് പറയാണ്, അത് വിവാഹം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നല്ലൊരു ജീവിതം ഏട്ടനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചല്ലേ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ്. ഹരീഷ് പറയാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് എപ്പോഴും കള്ളത്തരാന്നല്ല മുന്നിൽ നിൽക്കുന്നത്, അന്ന് അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ രൂപേഷ് പറയാണ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയൊന്നും കൂടണ്ട. ഏട്ടന് ഈ വിവാഹം ഇഷ്ടമല്ലെങ്കിൽ നടത്തണ്ട. നമ്മൾ നിർബന്ധിച്ച് ഒരു വിവാഹത്തിനും ഏട്ടനെ പറഞ്ഞു വിടണ്ട എന്ന് പറയാണ്. അവരെ വിളിച്ച് നാളെ തന്നെ പറഞ്ഞേരെ ഈ വിവാഹം നടക്കത്തില്ലെന്ന് എന്ന് സുധീഷിനോട് പറഞ്ഞിട്ട് രൂപേഷ് അങ്ങ് പോവുകയാണ്. അപ്പം സുധീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, അതാ നല്ലത് സുധീഷ് ഏട്ടാ, നാളെ തന്നെ വിളിച്ച് പറഞ്ഞേരെ ഈ വിവാഹം നടക്കത്തില്ലെന്ന്. പിന്നെ ഏട്ടന് ഇഷ്ടമില്ലാത്ത കല്യാണം നമ്മൾ നിർബന്ധിച്ച് നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് പോവുകയാണ്. അങ്ങനെ വിവാഹം വേണ്ടാന്ന് തന്നെ വെക്കുകയാണ്. അങ്ങനെ പിറ്റേന്നാവുമ്പോൾ നമ്മുടെ നിധിയോടാണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട്, ഞാനിങ്ങനെ കാറിൽ പോയപ്പോൾ ഒരു മേഡത്തെ കണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ജോലികളാണ്. അപ്പം നിധിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരാമെന്ന് ആ മേഡം പറഞ്ഞെന്ന് നിധിയോട് പറയാണ്. അപ്പം നിധി പറയാണ്, എല്ലാ പ്രാവശ്യവും എന്നോട് പറയുന്ന കള്ളം പോലൊരു കള്ളം തന്നെയാണോ താൻ ഈ പറയുന്നതും എന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാണ്, എന്നെ വല്ലപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കട്ടെ, ഞാനാണെങ്കിൽ ഈ പറയുന്ന കള്ളത്തരമൊന്നുമല്ല. താനൊരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വന്ന് നോക്ക്, തനിക്ക് വിശ്വാസമാണെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറയാണ്. ശരി ശരി, ഞാനെങ്കിൽ വരാം എന്ന് നിധി പറയുകയാണ്. അങ്ങനെ നിധിയും സുധീഷും കൂടെ ആ മേഡത്തെ കാണാൻ പോവുകയാണ്. അങ്ങനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം മാഡം പറയുന്നുണ്ട്, സുധീഷ് തൻ്റെ കാര്യമെല്ലാം പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. തനിക്കൊരു ജോലിയാണ് സ്വപ്നമൊന്നും, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അത് നടക്കാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് സുധീഷ് പറഞ്ഞല്ലേ ഇയാളെ ഒന്ന് സഹായിക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ മാഡത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിധി എഴുതി കൊടുക്കുവാണ്. എന്നിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യ്, 2 ആഴ്ച കഴിഞ്ഞ് താൻ വന്നോളൂ, തനിക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി ഞാൻ വെച്ചേക്കാം എന്ന് പറയാണ്. അപ്പം നിധി ചോദിക്കുകയാണ്, സത്യമായിട്ടും? സത്യമായിട്ടും 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് താൻ വന്നാൽ മതി, തൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആക്കി ഞാൻ തരാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പം സുധീഷിനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിയാണ്. ചെറിയൊരു ഇഷ്ടമൊക്കെ നിധിക്ക് സുധീഷിനോട് തോന്നുന്നുണ്ട്. അപ്പോൾ സുധീഷിനും അതേപോലെ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കൂടെ തിരിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, സുധീഷ് ഇപ്പം ചെയ്തു വന്ന സഹായം എനിക്ക് വലിയൊരു സഹായമാണ്. ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിചാരിച്ച സർട്ടിഫിക്കറ്റാണ് ഇപ്പം കിട്ടുമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടായത്. ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം സുധീഷിനോട് ദേഷ്യം തോന്നല്ലേ, ഇതും എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലെന്ന് സുധീഷ് എന്നെ തെളിച്ച്, എന്നോട് ക്ഷമിച്ചേക്കണം എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ സോറി ഒന്നും വേണ്ട, താൻ വാടൂ, തൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നാൽ മതി, തനിക്കൊരു ജോലി, തൻ്റെ സ്വപ്നങ്ങളൊക്കെ നടക്കണം, അത്ര മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് സുധീഷാണെങ്കിൽ നിധിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നിധിയാണെങ്കിൽ ഒരു കടയിലിറങ്ങി എന്നിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഐസ്ക്രീം കൊണ്ടുവന്ന് സുധീഷിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഞെട്ടുന്നുണ്ട്, ഇതെന്താടോ, എൻ്റെ ഒരു സന്തോഷത്തിന് താനും കൂടെ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് നിധി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നിധി ഇങ്ങനെ പുറത്ത് നിന്ന് അകത്തേക്ക് കയറുന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് നിധി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് ഓടിളകി വന്ന് വീണയാണ്. നിധി പേടിച്ച് നിലവിളിക്കുകയാണ്. ഇത് കേട്ട് അകത്തുനിന്ന് ഭാസ്കരനും ഹരീഷും സുധീഷും എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട്. അപ്പം ഭാസ്കരൻ ചോദിച്ചു, എന്താ മോളെ ഓടിളകി വീണയാന്ന് പറയാണ്. അപ്പോൾ ഭാസ്കരൻ പറയാണ്,
നിലവിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ പറ്റിയതാണെന്ന്, വീഴെങ്ങാനും ചെയ്തതാണെന്ന് വിചാരിച്ചാൽ ഓടി വന്നത്. ഇതാണ് കാര്യം, ഇത് വലിയ കാര്യമൊന്നും അല്ലാതെന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങ് കയറി പോവാണ്. അപ്പം സുഭാഷ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, മോളെന്താ പേടിച്ചു പോയോ? ആ പേടിച്ചു പോയി, ഞാൻ ഇങ്ങോട്ട് മാറിയോളാം, അതിൻ്റെ തൊട്ട് പറയാണ് അത് വന്ന് വീണതെന്ന് പറയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, ഓ ദേഹത്തെങ്ങാനും വീണായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, നിങ്ങളെന്താ ഈ വീണ ഓടൊന്നും മാറ്റാതെ ഇതുവരെ വെച്ചേക്കുന്നത്? അപ്പം സുധീഷ് പറയാണ്, അതങ്ങനെ വീഴത്തൊന്നുമില്ല. അതെങ്ങനെ പറയാൻ പറ്റും, ഇപ്പം എന്താ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതുള്ളൂ, ഉടനെ അത് വീണില്ലേ എന്ന് പറയാണ്. അപ്പോൾ രൂപേഷ് പറയാണ്, അത് ശരിയാണ്, എപ്പോൾ വീഴും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സുധീഷ് പറയാണ്, അത് കുഴപ്പമില്ല, അത് വീഴത്തൊന്നുമില്ല. ആ അപ്പോൾ നിധി പറയണം, ആ വീഴുന്ന സമയം നിങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചിട്ടാ ഓടി വീഴുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും കൂടെ ഇത് ഇവിടെ നിന്ന് നോക്ക്, ഓടെപ്പോഴാണ് വീഴുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അല്ല നിങ്ങൾക്ക് മാറ്റാൻ വയ്യാല്ലേ എന്ന് പറയാണ്. അങ്ങനെ അവർ 4 പേരും കൂടെ അവിടെ ഇങ്ങനെ ഓടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിധി അങ്ങ് കയറി പോവാണ്. നിധിക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. ഈ പൊട്ടിപ്പൊളിഞ്ഞ ഓടും ഇതുവരെ മാറ്റാതെ നടക്കുന്നതുകൊണ്ട് നിധി 2 വഴക്ക് എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. നിധി അങ്ങ് കയറി പോവുകയാണ്.